ഹലോ ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമസ്കാരം. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ചെമ്മീൻ ഫ്രൈ ആണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു ചെമ്മീൻ ഫ്രൈ ആണ്. എല്ലാവർക്കും വളരെയേറെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. ഉണ്ടാക്കാൻ വളരെ ഈസിയാണ്. ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനു വേണ്ടി ഞാനിവിടെ 1/2 കിലോ ചെമ്മീൻ എടുത്തു വച്ചിട്ടുണ്ട്. തോടെല്ലാം കളഞ്ഞ് നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെള്ളം വാർന്നതിന് ശേഷം ഇതിലേക്ക് 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, അതേപോലെ 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. ഉപ്പൊക്കെ നിങ്ങൾക്ക് എത്രത്തോളം വേണം അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ 250 ml മെഷർമെൻറ്റ് കപ്പിൽ 1/2 കപ്പ് തൈര് ഇത്രയും ചേർത്തതിന് ശേഷം നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് ഇതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ചേർത്തതിന് ശേഷം നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കണം. നമ്മളിതിലേക്ക് തൈരൊക്കെ ചേർത്തിട്ടാണ് ഇത് മിക്സ് ചെയ്തെടുക്കുന്നത്. അങ്ങനെയാകുമ്പോൾ ഈ ചെമ്മീൻ നല്ലപോലെ ജ്യൂസി ആയിട്ട് കിട്ടും, നല്ലപോലെ ഹാർഡായിട്ട് കിട്ടില്ല. അങ്ങനെയാകുമ്പോഴാണ് നമുക്ക് ചെമ്മീൻ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ്. ചെമ്മീനിൽ അല്പം പോലും വെള്ളം ഉണ്ടാവാൻ പാടില്ല, ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി ഇത് ഫ്രിഡ്ജിലാണ് ഞാൻ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നത്. നിങ്ങൾക്ക് എത്രത്തോളം സമയമുണ്ട് അതിനനുസരിച്ച് ഫ്രിഡ്ജിൽ വെക്കാം. ഞാനിവിടെ 4 മണിക്കൂർ വെക്കുന്നുണ്ട്. സമയമില്ല എങ്കിൽ 1 മണിക്കൂറെങ്കിലും വെച്ചാൽ നല്ല പോലെ ഈ ചെമ്മീൻ സോഫ്റ്റായിട്ട് കിട്ടും. ഇനി നമുക്ക് ഫ്രൈ ചെയ്യാം. അതിന് വേണ്ടി നോൺ സ്റ്റിക്കിൻ്റെ പാനാണ് ഞാൻ എടുത്തത്. അങ്ങനെയാകുമ്പോൾ അടിക്ക് പിടിക്കുന്നുള്ള പേടി വേണ്ട. എന്നിട്ട് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ചെമ്മീൻ ഇട്ട് കൊടുക്കണം. ആദ്യത്തെ 1 മിനിറ്റ് ഓപ്പൺ ചെയ്ത് തന്നെ ഫുൾ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. മനസ്സിലായല്ലോ? പെട്ടെന്ന് തന്നെ തിളച്ച് വരും. 1 മിനിറ്റ് ആയി. ഇനി നമുക്ക് മീഡിയം തീയിലേക്ക് മാറ്റി മൂടി വെക്കണം. മൂടി വെച്ച് 3 മിനിറ്റ് വേവിച്ചാൽ മതി. അപ്പോൾ 4 മിനിറ്റ് ആവും. 3 മിനിറ്റിൽ കൂടുതൽ ഇനി വേവിക്കണ്ട. 3 മിനിറ്റ് ആകുമ്പോൾ ഓപ്പൺ ചെയ്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അത്യാവശ്യം ഓയിലെല്ലാം തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ദയ്യൊരു പരുവം ആകണം. അല്ല എങ്കിൽ 1-2 പ്രാവശ്യം ഇളക്കി കൊടുക്കണം. നല്ലപോലെ തൈരെല്ലാം വറ്റി എണ്ണ തെളിഞ്ഞ് വരണം. ആ സമയം നമുക്കിതിലേക്ക് വീണ്ടും കുറച്ച് കറിവേപ്പിലയും 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ പെപ്പർ പൗഡർ ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എരിവ് കുറച്ച് മതിയെങ്കിൽ 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മല്ലിയില ഉണ്ടല്ലോ, ചെറുതായി അരിഞ്ഞ് അതും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും മീഡിയം തീയിൽ ഓപ്പൺ ചെയ്ത് തന്നെ ഇതിൽ വെള്ളം എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അതും കൂടി വറ്റിച്ചെടുക്കണം. മാക്സിമം 5 മിനിറ്റാണ് ചെമ്മീൻ ഫ്രൈക്ക് വേണ്ട സമയം. ചെമ്മീൻ നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്, നല്ല പോലെ സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇങ്ങനെയാണ് വേണ്ടത്. ഇനി കൂടുതൽ സമയം വെച്ചാലുണ്ടല്ലോ ഇത് നല്ല പോലെ ഹാർഡായിട്ട് നമുക്ക് കഴിക്കുമ്പോൾ ഒരു ജ്യൂസി ആയിട്ടുള്ള ഫീലിംഗ് കിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞ ടൈമെല്ലാം കറക്റ്റ് നോക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ ഫ്രൈ ആണ്. ചോറിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും ഒക്കെ അടിപൊളി കോമ്പിനേഷനാണ്. ഇനി ചോറിന് വേറെ കറിയുടെ യാതൊരു ആവശ്യവുമില്ല. അത്രയും ടേസ്റ്റാണ് ഈ റെസിപ്പി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നിങ്ങളുടെ വിലയേറിയ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കണം. റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ഇപ്പോൾ തന്നെ ഒരു ലൈക്കും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ പുതിയൊരു ഓപ്ഷൻ ഉണ്ട്, ഹൈപ്പ് എന്ന് പറഞ്ഞിട്ട്. പറ്റുമെങ്കിൽ എൻ്റെ എല്ലാ കൂട്ടുകാരും ഈ ഹൈപ്പ് എന്ന ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ വിജയം. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും റെസിപ്പി ആവശ്യമാണെങ്കിൽ ചോദിക്കുക. അപ്പോൾ വീണ്ടും കാണും വരെ ബൈ ബൈ.